ഹായ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇന്ന് ക്യാപ്ഷനിൽ കണ്ട പോലെ ഒരു ഈസി ബ്രെഡ് പീസയാണ്. അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, ആർക്കും ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഇതിന് നമുക്ക് 3 മുട്ട വേണം, ഒരു മീഡിയം സവോള ഒരു ഹാഫ് വേണം, ടൊമാറ്റോ വേണം ഹാഫ്, മീഡിയം ടൊമാറ്റോൻ്റെ ഒരു ഹാഫ് മതി, പിന്നെ ഒരു ക്യാപ്സിക്കം കുറച്ച് മതി, ഭാഗം മതി, പിന്നെ ഒറിഗാനോ, പിzzയിലേക്ക് ഇടാൻ ഒറിഗാനോ, പിന്നെ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഇടാം, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇടാം. ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ഇടാം, പിസ്സ സോസ് ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തതെന്ന് മാത്രം കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സവോള ഞാൻ ചോപ്പറിലിട്ടിട്ട് കുനുകുനാന്നുള്ളതുപോലെ ആക്കി ചോപ്പ് ചെയ്തെടുത്തു. സവോള ചോപ്പ് ചെയ്യുക, പിന്നെ ഈ ക്യാപ്സിക്കവും ടൊമാറ്റോയും ഒക്കെ അരിഞ്ഞത്, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, നമുക്ക് ഇഷ്ടത്തിന് കുറച്ച് പെപ്പർ പൗഡർ ഇടുക, പിന്നെ കുറച്ച് ഉപ്പും ഇടുക. എന്നിട്ട് ഈ മുട്ടയിൽ ഇതെല്ലാം കൂടെ ഈ ക്യാപ്സിക്കവും സവോളയും പിന്നെ ടൊമാറ്റോവും ഉപ്പും പെപ്പർ പൗഡറും ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ അത്യാവശ്യം നന്നായി മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞ് ഞാനൊരു 3 ബ്രെഡ് എടുത്തു. എൻ്റെ കയ്യിൽ മൾട്ടിഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഇവർ മൾട്ടിഗ്രെയിൻ എടുക്കാറുണ്ട്. ആ മൾട്ടിഗ്രെയിനും മറ്റേ ബ്രെഡും 3 എടുത്തു. 2 മൾട്ടിഗ്രെയിനും മറ്റേ നോർമൽ ബ്രെഡ് എടുത്തു. നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് എടുത്താൽ മതി. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ ഒരു ഇതുപോലത്തെ ഫ്രൈങ് പാനിൽ ബട്ടർ കുറച്ച് ചൂടാക്കുക, മെൽറ്റ് ചെയ്യുക. അത്യാവശ്യം കരിയാവാൻ പാടില്ല. എന്നിട്ട് ഈ ബ്രെഡ് സ്ലൈസ് ആക്കിയിട്ട് നമ്മളൊരു പൂ പോലെ ഷേപ്പിൽ ഇങ്ങനെ വെക്കുക. പിസ്സയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ പീസാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷേപ്പാക്കി വെക്കുന്നത്. കണ്ടോ, ഒരു ബ്രെഡിനെ പകുതിയാക്കി ഇങ്ങനെ പോലെ സ്ലൈസ് ചെയ്ത് ഷേപ്പാക്കി വെക്കുക. അത് കഴിഞ്ഞത് ഇങ്ങനെ ഇതുപോലെ ഷേപ്പിലാക്കി വെച്ചതിന് ശേഷം ആ ഗ്യാപ്പിലേക്കും അതിൻ്റെ മുകളിലേക്കൊക്കെ നമ്മൾ ഈ മിക്സ് ഉള്ളിയ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ എല്ലായിടത്തും ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. താഴേലും വരണം, പിന്നെ അതിൻ്റെ മുകളിലും വരണം. ഇതുകൊണ്ട് നമുക്കത് ഏതാണ്ട് ഫില്ലായിക്കോളും. എല്ലാ ഭാഗത്തേക്കും ഫില്ല് ചെയ്യണം കേട്ടോ, ഗ്യാപ്പിൽ. അപ്പോൾ അടിയിൽ നമുക്കൊരു ബേസ് കിട്ടും വേണം, മുകളിൽ ചെറുതായിട്ടൊരു ബേസ് ഉണ്ടാവുകയും ചെയ്യും. കണ്ടോ, ഇതുപോലെ നല്ല. ഇനി നമ്മൾ ഇവിടേക്കൊക്കെ നല്ല ഇല്ലാത്ത ഭാഗത്തേക്കൊക്കെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടില്ല. ആ ഒരു 3 മുട്ട കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് 4 മുട്ട എടുക്കാം, പക്ഷേ എനിക്ക് 3 മുട്ട കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലായിടത്തേക്കും ആയിരുന്നു. അങ്ങനെ ഒരു 2 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും അത് അടിയിൽ വെന്തിട്ട് നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് ആക്കി നോക്കുമ്പോൾ തന്നെ അടിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. ആ മുരിഞ്ഞ് വരുമ്പോൾ നമ്മളത് മറിച്ചിടുക. അത്രേ ചെയ്യാനുള്ളൂ. ഒരു മിനിറ്റ് നമുക്ക് മുട്ട വേവുന്ന സമയമല്ലേ അടിയിൽ, അത്രയും മാത്രമേ വേണ്ടൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വെന്തെന്ന് തോന്നുന്നു, നമുക്ക് എടുക്കാറാവുമ്പോൾ അത് മറിച്ചിടുക. ഞാൻ ഈസി ആയിട്ട് മറിച്ചിടാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ച് അങ്ങനെ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് മറുഭാഗം വീണ്ടും കുറച്ച് ഇത് വെക്കുക, അതായത് ബട്ടർ വെക്കുക. അങ്ങനെ അതിലേക്ക് ഇടുകയാണ് ചെയ്തത്. നിങ്ങൾക്കല്ലാതെ തന്നെ മറിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ മറിച്ചിട്ടോ. എനിക്ക് കുറച്ചും കൂടി ഈസി ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചിടാനാണ് എനിക്ക് എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി മറിച്ചിട്ട് ആ പ്ലേറ്റിൽ തന്നെ ആ ഫ്രൈങ് പാനിൽ തന്നെ കുറച്ച് ബട്ടർ വീണ്ടും ഗ്രീസ് ചെയ്തിട്ട് ഈ എഗ്ഗിനെ അങ്ങനെ തന്നെ, പിസ്സേനെ അങ്ങനെ തന്നെ മറിച്ചിട്ടു. പെട്ടെന്ന് തന്നെ വേവും. ഒരു 30 സെക്കൻഡ് ആകുമ്പോഴേക്കും ആ ഭാഗവും വെന്തിരിക്കും. അതിന് മീതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പിസ്സ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഇതൊന്നും ഇല്ലെങ്കിൽ കെച്ചപ്പ് മാത്രം മതി. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതും തേക്കാം. ഞാൻ രണ്ടും തേച്ചിരുന്നു. കുറച്ച് പിസ്സ സോസ് ഇട്ടു, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടു. പിന്നെ അതിന് കെച്ചപ്പും സോസും അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നന്നായി സ്പ്രെഡാക്കി എല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ലോണം സ്പ്രെഡാക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ചും കൂടെ ഒനിയൻ എടുത്ത് അതിനകത്ത് മീതെ ബാക്കിയുള്ള ഒനിയനൊക്കെ ഇതിനെ മീതെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒനിയൻ അതിനകത്ത് ഇടാം. പിന്നെ ചീസ്, മറ്റേ മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ലപോലെ ഇടാം. എത്ര വേണമെങ്കിലും ഇടാം, പക്ഷെ നമുക്ക് ആവശ്യത്തിന് ഓരോരുത്തരും ഡിപ്പെൻസ്, ആർക്കാ എത്ര വേണമെന്നുണ്ടെങ്കിൽ അത്രയും മൊസറല്ല ചീസ് മീതേക്ക് ഇടാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒറിഗാനോ ഉണ്ടല്ലോ, ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ചീസിൻ്റെ മീതേക്ക് ഒറിഗാനോ നന്നായി സ്പ്രെഡ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിന്, അതിന് ടേസ്റ്റ് അനുസരിച്ച്. പിന്നെ കുറച്ച് ചില്ലി പൗഡർ, നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ചിട്ട് ചില്ലി പൗഡർ ഇടുക. ഇത്രയേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നന്നായി ഒന്ന് മൂടി വയ്ക്കുക. അതൊരു 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് അത്ര അത് മെൽറ്റ് ആവണം വരെ. ആ മൊസറല്ല ചീസ് ഒന്ന് മെൽറ്റായി കിട്ടണം. കണ്ടോ, അപ്പോൾ നന്നായി നമുക്ക് ബേസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ചെറിയ തീയില വെക്കാൻ പാടുള്ളൂ കേട്ടോ, സിമ്മിൽ വെക്കണം. അത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. അത്രയും ഈസിയാണ്. പക്ഷേ ടേസ്റ്റ് ഒരു നല്ല ടേസ്റ്റ്, ഒരു കോംപ്രമൈസ് പറയാൻ പറ്റില്ല. അത്രയും നല്ല ടേസ്റ്റിൽ സംഗതി തിന്നാൻ പറ്റും. നമ്മൾ വിചാരിക്കില്ല അതിനപ്പുറത്തും ടേസ്റ്റാണ്.
ഈ പീറ്റ്സ കട്ടർ ഹസ്ബൻഡ് പീറ്റ്സ പണ്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഈ പീറ്റ്സ കട്ടറൊക്കെ നമ്മൾ വാങ്ങി വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആൾ കഴിഞ്ഞ 24 ഒക്ടോബറിൽ വാങ്ങിയ കട്ടറാണ്. പക്ഷേ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നീട് അത് ഇപ്പോഴാണ് യൂസ് ചെയ്യണത്. അന്ന് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തത്. അപ്പോൾ അത് ഓർത്തു ആൾക്കത് അത് കഴിഞ്ഞിട്ടൊരു പീറ്റ്സ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അതിനൊന്നും പറ്റിയില്ല. ആളങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ അത് കണ്ടു, അതിന് നന്നായി പീസാക്കി എടുക്കാം. ഓരോ പീസായിട്ട് നമുക്ക് മുറിച്ച് എടുക്കാൻ പറ്റും. ഒരു 3 പേർക്കൊക്കെ അത്യാവശ്യം നന്നായി കഴിക്കും. 3 അല്ല 4 പേർക്കൊക്കെ കഴിക്കാം. അത്യാവശ്യം കഴിക്കാനായിട്ട് ഉണ്ട് കേട്ടോ, ഇത്രയും ഒരു ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുവാണെങ്കിൽ. ഓ സൂപ്പർ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നത് സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്, ഇഷ്ടം. പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പീറ്റ്സ മുമ്പ് പപ്പയെ ഒരു പ്രാവശ്യം പീറ്റ്സ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ഉണ്ടാക്കിയില്ലേ. അപ്പം എന്നോട് ചോദിച്ചേ ഈ ഇത് പീറ്റ്സ കട്ട് ചെയ്യാനുള്ള കട്ടറൊന്നും ഇല്ലേന്ന് ചോദിച്ചു. പറഞ്ഞ് പീറ്റ്സ ഉണ്ടാക്കുമ്പോൾ എന്ത് സാധനം ആ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് പപ്പ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ 24 ഒക്ടോബറിൽ പപ്പ പറഞ്ഞു ഒക്ടോബറിലാണ് വാങ്ങിയത്. ഞാൻ ഒരു പീറ്റ്സ ഉണ്ടാക്കുന്നത് പപ്പ പറഞ്ഞില്ലേ, ഇനിയൊരു പീറ്റ്സ ഉണ്ടാക്കണം, അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എന്നിട്ട് വാങ്ങിയത്. പക്ഷെ അത് ഉപയോഗിച്ചു ഇല്ല, അത് കഴിഞ്ഞിട്ടാണ് പപ്പ പറഞ്ഞ പീറ്റ്സ ഇത് എന്നിട്ട് പറഞ്ഞു. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട കാര്യം ഇങ്ങനെ ടേസ്റ്റ് പിസയുടെ പോലെ ഉണ്ട്. നല്ല പൊളിയല്ലേ, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന നല്ല ടേസ്റ്റ്, ചെറിയ പിള്ളേർക്ക് വരെ അതെ 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 സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആരും ഹെൽപ്പിലാണ്. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അത് എനിക്ക് രണ്ടാമത്തെ മോള് ഇപ്പോൾ കുറച്ച് വീട്ടിലുണ്ട്. അവൾ വേറെ പുതിയൊരു ജോലിക്ക് കാരണം കുറച്ച് നാൾ ആ ഗ്യാപ്പ് കിട്ടി വീട്ടിലിരിക്കാനായിട്ട്. അതുകൊണ്ട് അവളാണ് അധികം കൂടെ എന്തിനെങ്കിലുമൊക്കെ ഉണ്ടാവുക, ഷോപ്പിങ്ങിന് പോകാനായാലും ഇപ്പോൾ ഗ്രോസറി പർച്ചേസിനായാലും അതുപോലെ തന്നെ ഇങ്ങനെ. അപ്പോൾ അവൾ ഇൻസ്റ്റയിൽ എന്തോ റീൽസ് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ട്, ഞാൻ അമ്മയ്ക്ക് നാളെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവളെ എനിക്കണ കാണാനില്ല, എനിക്കാണെങ്കിൽ നല്ല വിശപ്പായി. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താണ്. അപ്പോൾ അവളാണ് അധികം ടേസ്റ്റിങ്ങിനൊക്കെ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്തോളൂ, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും അങ്ങനത്തെ. പിന്നെ ഈസി ആണല്ലോ, പിസ്സയുടെ ഒരു ചെറിയൊരു വെറൈറ്റി മോഡലായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. പിള്ളേർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടോ എപ്പോൾ വേണമെങ്കിലും രാത്രി ആയാലും കൂടെ നമുക്കിത് കൊടുക്കാവുന്നതേ ഉള്ളൂ, നമുക്കും കഴിക്കാൻ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.